എൻ്റെ പേര് ഡോക്ടർ ഡേവിഡ് സുജിൻ, എമർജൻസി മെഡിസിൻ കൺസൾട്ടൻ്റാണ്. പർമൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഫ്രീ ടൈമിൽ എൻ്റെ ഒരു ഹോബിയാണ്. ഇപ്പോൾ ഫാമിങ് ചെയ്യാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നോക്കി. ആദ്യം ബനാന വെച്ചിട്ടുണ്ടായിരുന്നു, ബനാന ഫാം വെച്ച്. ഇപ്പോൾ അതിൽ വലിയ സക്സസ്ഫുൾ തോന്നിയില്ല. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് ഞാൻ വിചാരിച്ച് പെപ്പറാണ്. പെപ്പർ ആണെങ്കിൽ ഫാസ്റ്റ് കുറേ. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ 2-3 ആൾക്കാരായിട്ട് വേണ്ടി ഒരാൾ ടി തോമസ്, അപ്പോൾ തെക്കൻ പുള്ളിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പെപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വെറൈറ്റീസ് ലോങ് പെപ്പർ. എന്ന് വെച്ചാൽ പെപ്പറിൽ തന്നെ ഒരു ജോൺ ലെന്തുള്ള മണി വരെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പുള്ളിയെടുത്ത് നിന്ന് കുറേ ചെടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ആൽമോസ്റ്റ് 1 ഇയർ വളർത്ത്. അപ്പോൾ അതിനൊന്ന് ബഡിങ് ചെയ്യാൻ വേണ്ടി സാധനം ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനുള്ള ചെടി ഞാൻ കാണിച്ചത് ബഡിങ്ങിന് വേണ്ടി എടുത്ത തൈയാണ്. അപ്പോൾ ഈ തൈയാണ് ബെൽജിയം പെപ്പർ. സോ ഇത് ഞാൻ ആൾറെഡി പ്ലാൻ ചെയ്ത് ആൽമോസ്റ്റ് 6 months ആയി. ഇപ്പോൾ ബഡിങ് ചെയ്യാൻ പോവാം. അപ്പോൾ 6 months ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബഡിങ് ചെയ്യുന്ന കാര്യം ഞാൻ വർക്ക് ചെയ്ച്ചാണ് ഒരു ചേട്ടനടുത്ത് പോയി പഠിച്ചായിരുന്നു. ഒരു ദിവസം പോയി ഫുൾ ഡേ ഇവിടെ സ്പെൻഡ് ചെയ്ത് പഠിച്ചാണ്. വർക്ക് ചെയ്ച്ചാണ് പുള്ളി കാഞ്ഞിരപ്പള്ളി സ്ഥലത്തിലുള്ളതാണ്. തമിഴ്നാട് കേരള ബോർഡറാണ് പുള്ളിയുടെ വീടുള്ളത്. അപ്പോൾ പുള്ളി ഇങ്ങനെയാണ് വളർത്തുന്നത്. ഇതിൻ്റെ പേര്, ഇതിൻ്റെ മീനിങ് എന്നാണ്, പെപ്പർ എന്ന് നമ്മൾ എല്ലാ നോർമലി സപ്പോർട്ടാണ്. ഇത് സപ്പോർട്ടാണ്, ചെടിയായിട്ട് വളർന്ന് കളഞ്ഞ്. അപ്പോൾ ഇതിൽ നമ്മൾ ബഡിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ മരമായിട്ട് നിൽക്കും. അതിലെന്ത് ഫുള്ള ബ്രാഞ്ചസ് വരും. ஸோ இது ரூட் வந்து ஸோ பேசிக்கலி இந்த செடியோட ரூட்டான பெல்ஜியத்தோட ரூட்டு ப்ளஸ் நம்ம பட்டிங் ചെയ്യുന്ന ചെടിയാണെങ്കിൽ പെപ്പറായിരുന്നു. സോ ഐ എം ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ ഞാൻ ഇതിനെ കാണിച്ചു തരാം ഇങ്ങനെ ബഡിങ്. അപ്പോൾ ഇതാണെങ്കിൽ ഫസ്റ്റ് ഇതൊക്കെ കട്ട് ചെയ്ത് കളയുക, ബ്രാഞ്ചസൊക്കെ കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ലീഫൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിൽ കട്ട് ചെയ്യാനൊരു സ്ഥലമുണ്ട്. അത് പുള്ളി എന്നെ പഠിപ്പിച്ച് തന്നായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനേ ഉള്ളൂ. പക്ഷേ ഇത് കുറച്ച് സമയമെടുക്കും. ഇപ്പം ഞാൻ ഇപ്പോൾ ഇതിലിപ്പോൾ ഈ തണ്ടാണെങ്കിൽ വളയുന്നില്ല, സ്റ്റെമ്മ് വളയുന്നില്ല. പക്ഷേ ഇത് വളയുന്നില്ല. പക്ഷേ ഇത് വളയുന്നുണ്ട്. പ്ലസ് ഈ കളർ ചേഞ്ച്, ഇത് ഗ്രീനിഷ് കളർ, ഇതൊന്ന് ഡാർക്ക് കളർ. അപ്പോൾ ഈ ഗ്രീനിഷ് കളറുള്ള ഇടത്തിലാണ് നമ്മൾ ഗ്രീൻ രണ്ടും മിക്സ് ആവുന്ന കഴിയുന്നുണ്ട്, ബെൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ദിസ് ഇസ് ദ കറക്റ്റ് സ്പോട്ട് ഫോർ ദ ബഡിങ്. സോ ഐ വിൽ കട്ട് ഹിയർ. കട്ട് ചെയ്തു. അപ്പോൾ ഇതൊന്ന് പുതിയ ചെടിയായിട്ട് ഞാൻ പ്ലാൻ ചെയ്യും. ഇത് അടുത്ത് തന്നെ നടാൻ പോവാം. ഓക്കെ, സോ ഐ വിൽ ജസ്റ്റ് ഷാർപ്പൻ പ്രോപ്പർലി ഷാർപ്പൻ ചെയ്തിട്ട്. സോ നെക്സ്റ്റ് ഇതൊന്ന് നേരെ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് ഓപ്പൺ. ഓക്കെ, സോ എന്നിട്ട് ബഡിങ്ങുള്ള പ്ലാന്റ് ഞാൻ ആൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് 2 വെറൈറ്റി ഉണ്ട്. ഇതൊന്ന് കൈരളിയാണ് എപ്പോഴും കായ്ക്കുന്ന വെറൈറ്റി. സോ അതിലുള്ള ഒരു ബഡിങ് ഉണ്ട്. അപ്പോൾ ഇത് കൈരളി ചെയ്ത് അടുത്ത് വന്ന് ഇത് മറ്റേ ടി തോമസ് ആണ്. അപ്പോൾ 2 വെറൈറ്റി അടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഐ എം ഗോയിങ് ടു കൈരളി. ഇതുണ്ട്. സോ ഇങ്ങനെ കട്ട് ചെയ്ത സാധനം നമ്മൾ ഷാർപ്പൺ ചെയ്തെടുക്കുക. ഇങ്ങനെ സ്റ്റെം വന്ന് ഇന്നർ വരെ വരണം. ഇങ്ങനെ ഫോളോ അപ്പ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ ഇന്നറെടുത്ത് മാക്സിമം ചെയ്തെടുക്കുക. ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ തിന്ന എടുക്കുക. എൻ്റെ ഇതാണ്. ഓക്കെ, കറക്റ്റ് നടുക്ക് കൊടുത്താൽ മതി. കറക്റ്റ് ഇറക്കി കൊടുക്കുക. ഇത് കുറച്ചുകൂടെ താക്കണം. ഓക്കെ, കറക്റ്റ് നടുക്ക് കൊടുക്കുക. കഴിഞ്ഞു. അപ്പോൾ ഇതിന് ടൈറ്റിൽ നമ്മൾ ഫിക്സ് ചെയ്യാം. നമ്മൾ ബഡിങ് ടാപ്പ് ഉണ്ട്. ബഡിങ് ടാപ്പ് എടുക്കുക. കറക്റ്റ് വെച്ച് ബഡ് ചെയ്ത് വിടുക. ടൈറ്റായി സ്റ്റിച്ച് ചെയ്ത്. അപ്പോൾ ഒരു 15 to 30 ഡേയ്സാണ് പറയുന്നത്. 30 ഡേയ്സ് പിടിക്കണം. ബഡ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണങ്ങില്ല. ബഡ് പിടിച്ചില്ലെങ്കിൽ ഉണങ്ങിപ്പോകും. പിടിച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങില്ല, ഉറപ്പായിട്ട് ഉണങ്ങില്ല. പിടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മൾ 15 ഡേയ്സിൽ നമുക്ക് ലീഫ് വരും, ഒരു തിളന്നൽ വരും. പിടിച്ചില്ലെങ്കിൽ ഈ മേലുള്ള ഉണങ്ങി പോകും. അപ്പോൾ പിടിച്ചില്ലെങ്കിൽ വീണ്ടും ബഡ് ചെയ്യും. ബിക്കോസ് ഇത് റൂട്ട് ആൾറെഡി നല്ലപോലെ വളർന്നിട്ട് വളർന്നതാണ്. അതുകൊണ്ട് ബഡിങ് പിടിക്കാൻ സാധ്യത കുറവാണ്. ഓക്കെ,
വെയിറ്റ്. ഡോക്ടർ അത് ബഡ് ചെയ്ത് എന്ത് പേപ്പർ? മേലുള്ളത് ഇത് ടെക്കൻ ടി ടി ഡാമസോടെ ലോങ് ഒത്തിരി ഹൈ ഈൽഡിങ് പേപ്പറാണ്. ആ അതോட സ്റ്റെമ്മാണ് വെച്ചത്. താഴെ ഉള്ള റൂട്ട് വന്ന് ബെൽജിയം ലോങ് പേപ്പർ, ഓക്കെ. തിപ്പിലിയൻ പറയപ്പെടും. ഈ ബെൽജിയം പേപ്പറിൻ്റെ എന്തുവാ പ്രത്യേകത എന്തുവാ? അത് ആക്ച്വലി നമ്മൾ ഇനി മഴ വെയിൽ എന്താണ് റൂട്ടിങ് അത് കാണാൻ പറ്റും, അളിയിപ്പല്ല. പക്ഷെ നോർമൽ പേപ്പർ തരുവാണെങ്കിൽ ഒരു 3.5 years കഴിയുമ്പോൾ റൂട്ടാണെങ്കിൽ അളിയിപ്പോവും. എന്ന് പറയുന്നത് നമ്മുടെ വേര് വേരളിപ്പോവും. അപ്പോൾ വേരളിപ്പോയല്ലേ നമ്മൾ ചെടി മൊത്തം നഷ്ടപ്പെടും. ഇതാണ് ഇതിപ്പോ ഇത് വന്നു മനസ്സിലായി. ഇതിൽ നിന്ന് അടുത്ത ബ്രാഞ്ച് വരും. സോ വി ക്യാൻ ബട്ട് ദേർ ഓൾസോ അടുത്ത ബ്രാഞ്ച് അങ്ങനെ കിളിച്ച് റൂട്ടിൽ നിന്ന് കണ്ടൽ വരെ അങ്ങനെ കിളിച്ച് വരും. സോ ദാറ്റ്സ് ഓക്കെ. ഒരു പേപ്പറിൽ നിന്ന് തന്നെ നമുക്ക് 2-3 വെറൈറ്റി ബഡ് ചെയ്ത് വെക്കാം അല്ലേ? യെസ്, 3-4 വാട്ട് ആർ ഹൗ മെനി ടൈപ്സ് നമ്മൾ എത്ര വെറൈറ്റി നമുക്ക് ബഡ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ എത്ര വെറൈറ്റി ഉണ്ട് നമ്മുടെ? നമ്മളിപ്പോൾ ഒരു 3 വെറൈറ്റി ഒരു ഇപ്പോൾ ടി ടി താമസോടെ ലോങ് വെറൈറ്റി, പിന്നെ வந்து കൈരളി വെച്ചിട്ടുണ്ട്, പ്ലസ് வந்து ഒരു വേറെ വെറൈറ്റി അതിൻ്റെ പേര് തന്നെ ഓർക്കുന്നില്ല. ഓക്കെ, അത് ആക്ച്വലി നമ്മൾ വി ആർ ട്രൈങ് എവറിത്തിങ്. ഒരു മരത്തിൽ തന്നെ നമുക്ക് ഈ പറയുന്ന 3, 4, 5 എത്ര വേണോ വെക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് വന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അടുത്ത ഒരു റൂട്ട് വരും. റൂട്ടിൽ നിന്ന് കിളിച്ച് വരുമ്പോൾ സോ നമ്മൾ ഈ ഹൈറ്റിൽ ബഡ് ചെയ്യാം, ഇതിനടുത്ത ഹൈറ്റിൽ ബഡ് ചെയ്യാം, അങ്ങനെ ഹൈറ്റ് ആയിട്ടാണ്. സോ ബേസിക്കലി ഇറ്റ്സ് ഒരു വാൾ മാതിരി വി ക്യാൻ മേക്ക് ഇറ്റ്. സോ എന്നോട് ഇത് നോക്കിയാൽ മതി, യു ക്യാൻ ടേക്ക്. ഓക്കെ, ഇത് ഞാൻ നെക്സ്റ്റ് വന്ന് ഇത് സ്ട്രെയിറ്റ് ലൈൻ ഒരു വാൾ മാതിരി വരും. ഓക്കെ. പിന്നെ ഒരു ഡൗട്ട് ഇത് എന്താ ഇതിന്റെ ബേസ്മെന്റ് മീൻസ് ഈ ഒരു പേപ്പർ ഇത് ബെൽജിയം തന്നെ, ബെൽജിയം പേപ്പർ. കാര്യം ഇതിന്റെ റൂട്ട് നശിക്കാത്തതുകൊണ്ട് ഇതിനെയാണ് ബേസ്മെന്റ് ആയിട്ട് വെച്ചിട്ട് ബാക്കി മണ്ടയ്ക്കാണ് ബഡ് ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് വളർന്നു വരും. ഓക്കെ, സോ ഓക്കെ, ക്ലിയർ. താങ്ക് യു. യെസ്, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി കണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഇതിൻ്റെ ഗ്രോത്ത് എങ്ങനെയുണ്ട്, അതിന് വളർച്ച എങ്ങനെയുണ്ട്, ഒരു 15 ദിവസം കഴിഞ്ഞ് നമ്മൾ റീഅസസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റീഅസസ് ചെയ്തിട്ട് നമ്മൾ കാണാം എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ റീഅസസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ വീഡിയോ ആയിട്ട് നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.